സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കി. ഇന്ന് അതിശക്തമായ മഴ തുടരും. മലപ്പുറം, വയനാട് ഒഴികെ 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ഏത് സാഹചര്യത്തിലാണ് ഈ മഴ മുന്നറിയിപ്പ് പുതുക്കിയത്? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതാണ്. അതിന്റെ സ്വാധീനം സംസ്ഥാനത്തുണ്ടാകും. അതിനാൽ ഇന്ന് അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നേരത്തെ 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ 10 മണിക്ക് വരുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് അത് 12 ജില്ലകളിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ മഴ ചില ജില്ലകളിലും അതിശക്തമായ മഴ ചില ജില്ലകളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മലപ്പുറം, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ്. മലയോര ജില്ലകളാണ്. മലയോര മേഖലകളിൽ മഴ കനക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മഴ മുന്നറിയിപ്പിൽ എവിടെയെങ്കിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് 1 മണിക്ക് വരുന്ന അലർട്ടിൽ വീണ്ടും പുതുക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ കൂടി ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഞായറാഴ്ചയോടെ അത് ചുഴലിക്കാറ്റായി മാറി ബംഗ്ലാദേശിൽ കരതൊടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. വേണം മഴ മുന്നറിയിപ്പ് പുതുക്കിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് അലക്സറ മുഹമ്മദ് നൽകിയത്.